നല്ല വഴിയുണ്ട് അപ്പുറത്ത്, സൂപ്പർ ഹൈവേ. എന്തായാലും കുട്ടികൾക്ക് അവിടെ എന്തിനും വെള്ളച്ചാട്ടം നിർത്തണം. Continue on National Highway 85 for 1.5 kilometers. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മൂന്നാർ തേക്കടി. രാവിലെ 5 മണിക്ക് നമ്മൾ ഇറങ്ങി. സോ ആനമലൈ ടൈഗർ റിസർവ് വഴിയാണ് നമ്മൾ തമിഴ്നാട്ടിൽ കൂടെയാണ് പോകാൻ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഉടുമലപ്പേട്ട, മൂന്നാറ്, മറയൂര് വഴി തേക്കടി. അങ്ങനെ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. ഹോട്ടൽ ആര്യാസ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടുമൽപേട്ട, മറയൂർ, മൂന്നാർ വഴിയാണ് നമ്മൾ തേക്കടിയിലോട്ട് പോകുന്നത്. ചോളത്തിൻ്റെ കൃഷിയൊക്കെ കാണാം. ചിന്നാർ, മറയൂർ. അങ്ങനെ നമ്മൾ ആനമല ടൈഗർ റിസർവിൻ്റെ അവിടെ എത്തി. സോ ഇതിന് മുമ്പ് നമ്മളൊരു 50 റുപ്പീസ് കൊടുത്തിട്ടൊരു പാസ് എടുത്തായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല. ഇവിടെ നമുക്ക് ഈ ഫാസ്ടാഗിലാണ് പേ ചെയ്യുന്നത്, ഈ ടോള് പോലെ. ഇങ്ങനത്തെ ഈ ഫാസ്ടാഗ് വെച്ചതിന് ശേഷം നമ്മളിതിൽ കൂടെ വന്നിട്ടില്ല. ഇവിടെ ഒരു വണ്ടിക്ക് കറക്റ്റായിട്ട് പോവാം, 2 വണ്ടിക്ക് പോകാനുള്ള സ്പേസ് ഇല്ല. ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ചെറിയ 2 വീലറൊക്കെ ആണെങ്കിൽ അങ്ങനെ പാസ് ചെയ്ത് പോവും. ഇപ്പോൾ ലോറിയൊക്കെ വരികയാണെങ്കിൽ പോവാൻ ബുദ്ധിമുട്ടായിരിക്കും. പോരാത്തതിന് റോഡിൽ നിന്ന് ഈ മണ്ണുള്ള ഭാഗം കുറച്ച് താഴേക്കാണ്. വണ്ടിയുടെ അടിമുട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ റോഡിൻ്റെ സൈഡിൽ നമ്മൾ മയിലിനെയൊക്കെ കണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരു ലോറി വരുന്നുണ്ട്, പക്ഷെ അയാൾ നമുക്ക് റോട്ടിൽ നിന്ന് ഇങ്ങനെ മണ്ണിലോട്ട് ഇറക്കി തന്നു, സ്പേസ് തന്നു. അപ്പോഴേക്കും അടുത്തൊരു കർണാടക രജിസ്ട്രേഷൻ ഇന്നോവ വന്നു. മെല്ലെ മെല്ലെ കടത്തി. എങ്ങനെയോ അവർക്ക് ഇറക്കാൻ പറ്റില്ല, നമുക്കും ഇറക്കാൻ പറ്റില്ല. അവരെന്നാലും ഇത്തിരി ഇറക്കി തന്നു. ഇത് അടുത്ത ചെക്ക് പോസ്റ്റ്. നമ്മൾ കേരള ചെക്ക് പോസ്റ്റ്, തമിഴ്നാട് ചെക്ക് പോസ്റ്റ്, അങ്ങനെ 2 ഇതുണ്ട് റോഡിൻ്റെയും ഒക്കെ. അങ്ങനെ ചെക്ക് പോസ്റ്റ് അങ്ങനെ ഒന്നും പറയരുത്. എല്ലാം നോക്കിയിട്ട് വളഞ്ഞു പോണം. മനസ്സിലായ? എല്ലാ ആൾക്കാരും പോടുകൊണ്ട. അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കാനേ വേണ്ട. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നത് അതിനാണ്. ഇവിടെ ഇറങ്ങാൻ പറ്റില്ലടി, താഴ്ചയാണ്.
ഞാനാ അതിന് ഇനി ലക്കം വാട്ടർഫാൾസ് ഉണ്ട്. ലക്കം വെള്ളം കുഞ്ഞിന് വെള്ളത്തിൽ കളിക്കും. അറയൂർ ഇടുക്കി ടൗൺ എത്തി. അങ്ങനെ എവിടേക്ക് 90? ഈ വഴിക്ക് വേണ്ട, അതാണ് നല്ലത്. നല്ല വഴിയുണ്ട് അപ്പുറത്ത്, സൂപ്പർ ഹൈവേ. എന്തായാലും കുട്ടികൾക്ക് അവിടെ എന്തിനും വെള്ളച്ചാട്ടം നിർത്തണം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എല്ലാം നോക്കിക്കള. അതാണ് കാര്യം. അതെന്താണ് പാറ? അതാ എന്താ മരങ്ങൾ അതാണ്. കേട്ടോ കാണിച്ചു കൊയ്യനാര ചന്ദനമരം ഇല്ലേ? ചന്ദനമരം നീ കണ്ടിട്ടുണ്ടോ? ചന്ദനമരം പപ്പ പറയണ ഇവിടെ വേണേ നിർത്താം. അങ്ങനെ ഇടട്ടെ. എനിക്ക് വന്നത് ഇപ്പോഴേ മുതലായി. എന്താല്ലേ സൂപ്പർ. മഞ്ഞ, ചോപ്പ്, പിങ്ക്, ഗ്രീന്, താറും ഇടയിൽ കൂടെ വന്നു. എല്ലാം മുതലായി. ആഹാ അത് നോക്ക്. വെള്ളമൊന്നും ഇല്ല കാര്യമായിട്ട്. എന്നാലും ഈ വെള്ളം തന്നെയല്ലേ കാണാനുള്ളൂ. ആ ഫ്രണ്ടിൽ പോണ വണ്ടി ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷനാണ്. അതിൽ കുറേ ആൾക്കാരുണ്ട്. ഭയങ്കര അവർ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങിയിരിക്കുകയാണ്. ലഗേജൊക്കെ മുകളിൽ ഇങ്ങനെ ബക്കറ്റൊക്കെ തൂക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇതുവരെ ഇങ്ങനെ തിരക്കി തന്നെ ഇരിക്കണ്ടേ, ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി തന്നെ ഇരിക്കണ്ടേ ഈ യാത്രയിൽ മൊത്തം. നമ്മൾ വന്ന വഴികൾ കണ്ടാ ഭയങ്കര പ്രകൃതി തന്നെ അല്ലേ ഇത്. ഭഗവാനെ ആൾക്കാരും തന്നെ എന്താ ഭൂമി. അല്ലേ അവരവിടെ വീതി കുറവുണ്ടേ. അങ്ങനെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ. പക്ഷെ നമ്മളിവിടെ ഒന്നും കയറുന്നില്ല. നമ്മൾ നേരെ തേക്കടിയാണ് ലക്ഷ്യമിട്ട് പോകുന്നത്. ഫോട്ടോ എടുക്കാം. മൂന്നാർ ടൗൺ എത്തി. In 200 meters, turn left onto National Highway 85. ക്യാപ്പ് റോഡ്. ഇവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ പൂപ്പാറ ഒക്കെ എത്തും. 30 കിലോമീറ്റേഴ്സ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. ആ ഈ റോഡാണ്. 30 കിലോമീറ്റർ ഈ വഴിയെ പോകാം. മതി.
ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണത്. കാണുന്ന മലയല്ലേ, അത് കണ്ടാ പോലെ. ഇവിടെ നിർത്തിയാണ് നിങ്ങൾ അങ്ങോട്ട് നോക്കിയിരുന്നാ മതി, വെയിലത്തൊന്നും നോക്കണ്ട, അങ്ങോട്ട് നോക്കിയിരുന്നാ മതി. അടുത്ത് Continue on National Highway 85 for 1.5 kilometers. നിറയെ ടൂറിസ്റ്റുകളുണ്ടല്ലേ. 3 ദിവസം ഒഴിവല്ലേ. അതാണ് നിറയെ ആൾക്കാരുണ്ട്. In 500 meters, turn right. അവരെവിടേക്ക് പോകണം? ആയിരിക്കും. അപ്പോൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഇവരെത്ര സ്റ്റേറ്റ് കവർ ചെയ്തിട്ടായിരിക്കില്ല വരുന്നത്? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കവർ ചെയ്യും. എന്താ തിരക്കായി ഫ്രണ്ടിൽ വണ്ടി ഓടാനേ. അത് നോക്കും, ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഇതാണ് ഇവിടുത്തെ ഡബിൾ ഡെക്കർ ബസ്. ഫുൾ ഗ്ലാസ് ആണ് അതിൽ. സൈറ്റ് സീയിങ് സർവീസസ് ഒക്കെ ഉണ്ട് അതിന്. ബോണറ്റാണ് കാണുന്നത്, മേലേക്കാക്കി ഇവിടെ ഒരു ഹോട്ടൽ കാണണ്ടാ. കേട്ടിട്ടാ? റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങനെ നടന്നിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അവിടെ ഉണ്ടാവും ചിലപ്പോ.
എന്നിട്ട് എന്ത് ചെയ്യണ അറിയാം, ഇവിടെ ഒരു ജീപ്പ് സഫാരി ഉണ്ട്. അതിലെടുത്ത് ഫസ്റ്റ് ഏഴുമല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങള്, അതിലൊന്ന് കറങ്ങാം. ഈ ആള് പെട്ടെന്ന് നിലപാട് മാറ്റുന്ന ആളാണ്. ആപ്പിളും വരെ തൃപ്തി അടഞ്ഞിട്ടുണ്ടായിരുന്നു. കറി എടുത്ത് കൊടുക്കില്ല അത് കൊടുത്തോ? എനിക്കെന്ത് അങ്ങനെ കഴിച്ചു, നന്നായി ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് പോയി.